ഹായ് ഓൾ, മഞ്ജുസ് ഫോട്ടോഗ്രാഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഹൈദരാബാദ് വ്ലോഗ് 3 ആണ്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് രാമോജി ഫിലിം സിറ്റിയുടെ പാർട്ട് 2 ആയിട്ടുള്ള ഷൂട്ടിംഗ് പ്ലേസസ് കാണാം. ഞങ്ങൾക്ക് അലോട്ട് ചെയ്തിരുന്ന ബസ്സുകൾ ഞങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനകത്ത് വേണ്ട നിർദ്ദേശങ്ങൾ തരാൻ വേണ്ടിയിട്ട് ഗൈഡും ഉണ്ടായിരുന്നു. ഇനി കാണുന്ന സ്ഥലങ്ങൾ ചില സിനിമകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഉദയനാണ് താരം, അതുപോലെ അമർ അക്ബർ ആന്റണി എന്നീ ചിത്രങ്ങളിൽ ഈ സ്ഥലം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇതുപോലെ ഒരുപാട് കന്നഡ, തമിഴ്, തെലുഗു എല്ലാ ചിത്രങ്ങളും നമുക്ക് ഈ സ്ഥലങ്ങളെല്ലാം കാണാം. ഞാൻ കുറച്ച് മലയാള ചിത്രങ്ങൾ മാത്രമാണ് ഇവിടെ പറയുന്നത്. മലയാള സിനിമയായ ഉദയനാണ് താരമെന്ന മോഹൻലാൽ ചിത്രത്തിൽ നമുക്ക് രാമോജി ഫിലിം സിറ്റിയെക്കുറിച്ച് ഒരുപാട് അറിയാൻ കഴിയും. ആ സിനിമയിൽ നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. നിങ്ങൾക്കത് റെഫറൻസ് ആയിട്ട് എടുക്കാവുന്നതാണ്. ഈ കാണുന്ന ഭാഗത്ത് നമുക്കൊരു മണ്ഡപം കാണാം. ഇത് രാജസ്ഥാൻ ശൈലിയിലൊക്കെയുള്ള സോങ്സ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഭാഗം ഉപയോഗിക്കുന്നത്. ചില ഹിന്ദി ചിത്രങ്ങളിലെ നായികയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഭാഗമാണ് നമ്മളിപ്പോൾ കണ്ടത്. ഈ കാണുന്നത് സ്ട്രീറ്റുകൾ ഷൂട്ട് ചെയ്യുന്ന സ്ഥലമാണ്. ഇനി കാണുന്നത് വെളുത്ത പെയിന്റ് അടിച്ച താജ്മഹലും ഗ്രീൻ പെയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ മസ്ജിദുമായിട്ട് ഉപയോഗിക്കുന്ന സ്ഥലങ്ങൾ. കൂടാതെ ഇതെല്ലാം ചെന്നൈ എക്സ്പ്രസ് സിനിമകളിലെല്ലാം നമ്മൾ ഈ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. സ്ട്രീറ്റ് ആയിട്ട് കാണിക്കുന്നതാണ്. ഈ കാണുന്നതൊക്കെ ചെന്നൈ എക്സ്പ്രസ് എന്നുള്ള തമിഴ് ചിത്രങ്ങളിൽ, അതുപോലെ ഹോസ്റ്റലുകൾ, അതുപോലെ ജയില്, അതുപോലെ വില്ലൻ്റെയും നായകൻ്റെയും വീടുകളായിട്ട് ചിത്രീകരിക്കുന്ന സ്ഥലങ്ങൾ, അങ്ങനെ ഒരുപാട് സിനിമകളിൽ ഒരുപാട് പ്ലേസുകൾ നമുക്ക് ഇവിടുന്ന് കാണാം. ഓരോ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. നമുക്ക് എല്ലാ അകത്തൊന്നും കയറാൻ പറ്റില്ല. ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പല ഭാഷകളിലായിട്ട്. ഇനി നമുക്ക് മറ്റ് സ്ഥലങ്ങൾ കണ്ടുകൊണ്ട് നമുക്ക് പോകാം. ഈ കാണുന്നത് സിനിമകളിലെ വീടുകളായിട്ട് ചിത്രീകരിക്കും. അതുകൂടാതെ ഇതിനകത്ത് അനിമേറ്റഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്, അതുപോലെ നമ്മുടെ അനിമേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് അതിൻ്റെ വീഡിയോസും കാര്യങ്ങളും, അതുപോലെ എങ്ങനെയാണ് അതിൻ്റെ ഷൂട്ടിംഗ് എന്നൊക്കെ നമുക്ക് ഇതിലൂടെ കാണാം. ഇതൊരു വെർച്വൽ സ്റ്റുഡിയോ ആണ്. അവതാർ സിനിമകളിലൊക്കെ അനിമേറ്റഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് അതിനെക്കുറിച്ചൊക്കെ ടെക്നിക്കലി നമുക്ക് പറഞ്ഞു തരുന്ന ഒരു ഏരിയ ആണ്. ഇനി കാണാൻ പോകുന്നത് സിനിമയിലെ യൂറോപ്യൻ കൾച്ചറിലുള്ള വീടുകൾ ഷൂട്ട് ചെയ്യുന്ന സ്ഥലമാണ്. ഒരു ലണ്ടൻ, അതുപോലെ യൂറോപ്പ് ഒക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ വീടുകളാണ് ഉപയോഗിക്കുന്നത്. തമിഴ് ചിത്രമായ മേഴ്സൽ മൂവിയിലെ ഒരു പ്ലേസ് ആണ് നമ്മളിപ്പോൾ കണ്ടത്. വിജയ്, നിത്യമേനോൻ അഭിനയിച്ച, അതിനകത്ത് ഹോസ്പിറ്റലൊക്കെ ആയിട്ട് കാണിച്ച സ്ഥലമാണ് ഇപ്പോൾ കാണുന്നത്. ഇത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സിനിമയിലെ എയർപോർട്ട്, അതാണ് ഈ കാണുന്നത്. ഇതിനകത്ത് ഫ്ലൈറ്റും നമുക്ക് കാണാം.
ഈ കാണുന്നത് ഭാഗവതം എന്നറിയപ്പെടുന്ന ഷൂട്ടിംഗ് പ്ലേസ് ആണ്. പുരാണ സീരിയലുകളെല്ലാം ഷൂട്ട് ചെയ്യുന്നത് ഇതിനകത്ത് വെച്ചിട്ടാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് സിനിമയിലെ റെയിൽവേ സ്റ്റേഷനായിട്ട് ഷൂട്ട് ചെയ്യുന്ന സ്ഥലമാണ്. മിക്ക സിനിമകളിലും റെയിൽവേ സ്റ്റേഷനും റെയിൽവേ കമ്പാർട്ട്മെൻറ്റുകളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതെല്ലാം റിയൽ അല്ല, അത് ഇതുപോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. അത് നമുക്ക് കാണാം. ഈ കാണുന്നത് ജയിലായി ചിത്രീകരിക്കുന്ന സ്ഥലമാണ്. ഇതിനുശേഷം നമ്മൾ കാണാൻ പോകുന്നത് ജയിലിനുള്ളിൽ പാകിസ്ഥാൻ ജയിലുകളൊക്കെ ആയിട്ട് ഷൂട്ട് ചെയ്യുന്ന സ്ഥലങ്ങളാണ്. ഹായ് ഓൾ, ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. രാമോജി ഫിലിം സിറ്റിയുടെ പുതിയ കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.